പറഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ 25-ാമതായിട്ട് ഹൈക്കോടതി നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. 2019 ഇപ്പം നിലവിൽ 25-ാമതായിട്ട് നിലവിൽ വന്ന ഹൈക്കോടതി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അമരാവതിയാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അമരാവതിയാണ്. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം ഉണ്ട്. അത് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ്. അപ്പോൾ കൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം. ഈ കൽക്കത്തയാണ് ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി എന്ന് പറയുന്നത് മാൽഡയാണ്. പശ്ചിമ ബംഗാളിലെ മാൽഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി എന്ന് പറയുന്നത്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയാണ്. കൊച്ചി ഹൈക്കോടതിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ബെഞ്ച് സ്ഥാപിക്കപ്പെട്ട ഹൈക്കോടതി എന്ന് പറയുന്നത് കൽക്കത്ത ഹൈക്കോടതിയാണ്. അപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ബെഞ്ച് സ്ഥാപിതമായിട്ടുള്ള ഹൈക്കോടതി എന്ന് പറയുന്നത്.